Yes, good afternoon. Good afternoon, sir. Good afternoon. Jonfi, Vanaja, Surumi, good afternoon. Good afternoon, sir. Yes, Sangeeta, good afternoon. Good afternoon, sir. Jinu, Shemima, good afternoon. Oh, Surumi, where level ആണ് Surumi? Yes, okay. നമുക്ക് ആരംഭിക്കാം. Prayer. Then thought of the day. Then signing on. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരംഭിക്കാം. അപ്പൊ എങ്ങനെ ജോൺഫി സ്റ്റാർട്ട് ചെയ്യട്ടെ? Oh God, bless me for my great today and coming days. Bless my parents and family for their good life and happiness. Bless my teachers and well-wishers for their prosperity and good health. Bless my friends and every people for their good life and our success. Thank you, sir. Yes, bless me എന്നുള്ളതിന് പകരം bless us എന്നായിരിക്കും. ഇത് തന്നെ എഴുതിയതാണ്. Bless me എന്ന് പറയുമ്പോ അപ്പൊ സുഖിനെ മാത്രമേ എനിക്കുള്ളൂ. ഞാനും വനജയും ജിനുവും ഷെമിയും ഒക്കെ വെറുതെ പോകും. അപ്പൊ അവർക്ക് വേണ്ടി ബ്ലസ് മൈ ടീച്ചേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ഉണ്ട്. ക്രിയേറ്റിവിറ്റി എന്താണ് റാസ്മിന? Thought of the day. പറഞ്ഞോളൂ. ഞാനൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുക. ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞോളൂ. Okay. Imagination is more important than knowledge. Albert Einstein. Yes. Imagination is more important than knowledge. Correct. പലതും നമ്മൾ ഇമാജിൻ ചെയ്യല്ലേ, അവിടെ നിന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് വരുന്നത് ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മൾ വിചാരിക്കും അത് എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും സാധിക്കില്ല എന്ന് പറയുന്ന ചിന്ത ഇതിൽ നിന്നല്ല. നിങ്ങൾക്ക് ടീച്ചർമാർ പ്രത്യേകിച്ച് ആ ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ സൃഷ്ടിക്കാൻ, അതിന്റെ റിസൾട്ട് എന്തോ ആവട്ടെ, റിസൾട്ട് അല്ല, അതിന്റെ പ്രോസസ്സ്, ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രോസസ്സ്, അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ടീച്ചർമാരായ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിയേറ്റിവിറ്റി. യെസ്, അതിനെ പറ്റിയ ഒരു കലാരൂപം എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ് നാടകങ്ങൾ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, പിന്നെ ഒരുപാട് ചലനങ്ങളുണ്ട്, മ്യൂസിക് ഉണ്ട്, പാട്ടുണ്ട്, ഇത് എല്ലാവരും കൂടി അത് മിക്സ് ആവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നൊരു സംഗതിയാണ് ഇത്. അപ്പൊ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ലെവലിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് വേറെ ലെവലാണ്. ഞാൻ ചെറിയൊരു സംഗതി ചെയ്യാം. റാസ്മിന. Okay, sir. ഓക്കെ, റാസ്മിന. നമ്മൾ പ്രാർത്ഥനയിൽ ഇത് സുറുമിയല്ലേ? സുറുമി. Yes, sir. ഓക്കെ. എന്റെ പറയുന്ന വാചകങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ട് എല്ലാവരും വരാം. അപ്പൊ നമ്മുടെ ഇതൊരു ക്രിയേറ്റിവിറ്റി ലെവലിലോട്ട് പോവുകയും. യെസ്, സുറുമിയും റാസ്മിനയും ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്. ആ പെട്ടി
അടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് സുറുമിക്കറിയില്ല, റാസ്മിനക്കറിയില്ല. രണ്ടുപേർക്കും അതറിയില്ല. സുറുമിയെ സംബന്ധിച്ച് ആ പെട്ടി തുറക്കണം എന്നുള്ള ആഗ്രഹമാണ്. റാസ്മിനെ സംബന്ധിച്ച് അത് തുറക്കണ്ട എന്നുള്ള ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും കൂടി പെട്ടിയുടെ അരികത്ത് നിൽക്കുകയാണ്. അത് തുറക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആർഗ്യുമെന്റ് സുറുമിക്ക് പറയാൻ പറ്റും അത് പറയാം. എന്തുകൊണ്ടാണ് റാസ്മിന തുറക്കണ്ട എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ റാസ്മിന തുറക്കണ്ടെന്ന് കാരണം ഫസ്റ്റ് പറയട്ടെ. അല്ല, നമുക്ക് അങ്ങോട്ടേക്കാണ് പറഞ്ഞാൽ മതി. അതായത് ഒരാളും മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറ്റിയാലല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ്. എനിക്ക് തോന്നുന്നത് പെട്ടി തുറന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പെട്ടിയിൽ എന്താണ് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന് മറുപടി പറയൂ റാസ്മിന. അത് അറിയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ, പെട്ടെന്ന് അത് തുറക്കുമ്പോ പൊട്ടിത്തെറിച്ചാലോ? ബോംബോ മറ്റോ ആണെങ്കിലല്ലേ പ്രത്യേകം തുറക്കേണ്ടത്, എന്താന്ന് അറിയണ്ടേ? അത് അവിടെ ഇന്ന് പൊട്ടിത്തെറിച്ചാലോ? പിന്നെ നമുക്കും അത് ബാധിക്കില്ലേ? അതിന്റെ സെറ്റിങ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഓപ്പൺ ആക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നതെങ്കിലോ അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അജ്ഞാതമായ ഒരു പെട്ടി വെറുതെ അവിടെ വരില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവായിരിക്കും അതിന്റെ പുറകില്. അപ്പൊ എന്തുകൊണ്ടാ നമുക്ക് അറിയണം? നമുക്ക് പെട്ടി ആ പോയിന്റ് തന്നെയാണ് ഞാൻ തുറക്കണ്ടെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് അജ്ഞാതമായ പെട്ടി വെറുതെ ഇങ്ങനെ ആരും ഇവിടെ വെക്കില്ലല്ലോ, ഇതിലെന്തോ ഒരു ദുരൂഹതയില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അത് പരിശോധിക്കണം, അതിലെന്താണെന്ന് പരിശോധിക്കണം. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലാത്ത കാലഘട്ടമാണ്. പെട്ടിക്കുള്ളിൽ ചിലപ്പോ ഒരു ഡെഡ് ബോഡി ആയിരിക്കാം, ഡെഡ് ബോഡിയുടെ പാർട്സ് ആയിരിക്കാം. അതാണ് പോയിന്റ് സുറുമി. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തുറക്കരുത് എന്ന്. കാരണം ഇത് വല്ല ബോംബോ മറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനധികൃതമായ വസ്തുക്കളോ മറ്റോ ആണെങ്കിൽ നമുക്ക് ഇത് കയ്യാലെ പോലീസിനോ മറ്റോ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. അവരാവുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തോളുമല്ലോ. പക്ഷെ ബോംബൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ടിക് 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 സൗണ്ട് കേൾക്കാം. ചെറിയൊരു മെക്കാനിസം ഉണ്ടാവില്ല എന്തെങ്കിലും ബോംബില്ല, മെക്കാനിസത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും ചെറിയ സൂക്ഷ്മം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇത് അങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. സുറുമി, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ടെക്നോളജി എവിടം വരെ എത്തി നിൽക്കുന്നതാന്ന വിചാരോ? ഇപ്പൊ സൗണ്ടിന്റെ ഒന്നും ആവശ്യമില്ല, സൗണ്ടോ ഒന്നും വേണ്ട. ചിലപ്പോ ടച്ച് ചെയ്താൽ വരെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് തുറക്കണം, എനിക്ക് ഭയങ്കര ജിജ്ഞാസ കൂടിയ ആളാണ്. എനിക്കത് തുറന്ന് പരിശോധിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കതൊരു സമാധാനം ഇല്ല ഇത് തുറക്കാൻ പറ്റാത്തത് കൊണ്ട്. ഞാൻ ഏതായാലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. നീ തുറന്നോ, ഞാൻ ഓടിക്കഴിഞ്ഞാ നീ തുറന്നോ. ഞാൻ ഈ ക്രൈം നോവലും ക്രൈം സീരീസ് അങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തായിരിക്കും? ഇതിന് കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഇതിലുണ്ടോ എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ വന്ന് നമ്മളെ കൊലപാതകത്തിന്റെ സംഭവം അന്വേഷിക്കാൻ ആള് വരേണ്ട അവസ്ഥയാവും കേട്ടോ. നമ്മള് രണ്ടാളും ഇവിടെ വടിയാവല ഉണ്ടാവുക. നമ്മൾ പരിശോധിക്കാതെ പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് ഒന്ന് നോക്കുമ്പോ അതിലൊന്നുമില്ല, വെറുതെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, ആരോ ഉപേക്ഷിച്ചു പോയ ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ നാണം കേടില്ലേ? അപ്പൊ അതിനു മുമ്പ് നമുക്ക് തുറന്നു നോക്കിയാലോ? അതിലും നല്ല തുറക്കാത്തില്ല. ആ ചീഞ്ഞ ഡ്രസ്സ് നോക്കാൻ നമ്മൾ തുറക്കേണ്ട ആവശ്യമുണ്ടോ? അത് പോലീസുകാർ തന്നെ തുറക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ചിലപ്പോ വല്ല പിഞ്ചു കുഞ്ഞിനെ ആരും ഉപേക്ഷിച്ചതാണെങ്കിലോ? ഇന്നൊക്കെ അങ്ങനെ സർവ്വസാധാരണമായിട്ട് കാണുന്നതില്ലേ? ചിലപ്പോ ആ കൊച്ചു ജീവന് വേണ്ടി പിടയുകയാണെങ്കിലോ? എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ. പിഞ്ചു കുഞ്ഞ് അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി ചെവി വെച്ച് നോക്കൂ, അതിൽ സൗണ്ടോ വല്ലതും കേൾക്കും. ഇനി ഇതിന് എത്രയോ മുന്നേ വെച്ചതാണെങ്കിൽ അതെന്തായാലും അതിലെ കടന്ന് അത് ഇതായിട്ടുണ്ടാവും. അപ്പൊ അവരുടെ പ്രസൻസിൽ അല്ലെ പോലീസോ അതിൻ്റെതായ ആൾക്കാരുടെ പ്രസൻസിൽ ഇത് തുറക്കുകയാണെങ്കിൽ നമുക്ക് കേസ് വരികയില്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അല്ലാതെ നമ്മളിത് തുറന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തലയിലാകും ഇതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു നിമിഷത്തിന് വിലയുണ്ട്. ആ ഒരു നിമിഷം മുൻപ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കേൾക്കാറില്ല ഡോക്ടർമാരെ, ഒരു നിമിഷം മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ, 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു നിമിഷത്തിന് വിലയുണ്ട്. നമ്മൾ വെറുതെ നമ്മൾ നോക്കി നിൽക്കാതെ സംസാരിച്ച സമയം കാതെ തുറന്ന് നോക്കാം, നമുക്ക് അതാ ഏറ്റവും നല്ലത്. അതില് കുട്ടിയാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? അതെങ്ങനെ ഉറപ്പിച്ചോ? ഒരു സൂചന പോലും ഇല്ലല്ലോ, അത് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ആ പെട്ടിയുടെ ഒരു ഇത് സൈസ് കണ്ടിട്ട് ഒരു കുട്ടിയെ കൊള്ളുന്ന പെട്ടിയായിട്ടൊന്നും തോന്നില്ല. പിന്നെ കുട്ടീനെ കൊന്ന് മുറിച്ചിട്ടൊക്കെ അതിലിടേണ്ടി വരും, അല്ലാതെ ആ പെട്ടിയുടെ സൈസിൽ അത് കൊള്ളൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞ് കുറച്ചല്ലേ ഉള്ളൂ, ഒരു പിഞ്ചു കുഞ്ഞ് എന്തോരം സ്ഥലം വേണം. ചിലപ്പോ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിലോ? ഉറങ്ങുമ്പോ സൗണ്ട് കേൾക്കില്ലല്ലോ പുറത്തേക്ക്.
നീ ആ പെട്ടി നോക്കൂ, ചെറുതല്ലേ എടാ, ഒരു പെൻസിൽ വെക്കേണ്ട വണ്ണമല്ലേ അതുള്ളൂ. അല്ല അത് കുറച്ചുകൂടി ഒരു ബോക്സ് അല്ലേ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ശരിക്കും ബോക്സ്. നോക്ക്, അത് ശരിക്കും നോക്ക്, ചെറിയ പെട്ടിയാണ്. എനിക്ക് അതാണ് ഒരു പിഞ്ചു കുഞ്ഞ്, എനിക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ ഓർമ്മയാണ് വരുന്നത്. നമ്മളൊക്കെ അമ്മമാരല്ലേ, ഒരു കുഞ്ഞാണെങ്കിലോ, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിലോ, ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുമല്ലേ? ഒരു പിഞ്ചു കുഞ്ഞിനെ വെക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് നമുക്ക്. എന്തായാലും വിചാരിച്ചു. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നത്, നമ്മള് അത് തുറക്കുന്നത് നല്ലത്. നമുക്ക് തുറന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം പോലീസിനെയോ അധികാരികളെയൊക്കെ വിളിച്ചറിയിക്കാം. അത് തുറന്ന് നമുക്ക് നമ്മൾ നമ്മുടെ കാര്യം മൊത്തം നോക്കാതെ ഇന്നത്തെ ഒരു കാലത്തിന്റെ അവസ്ഥ വെച്ച് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു ഇതായത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത് അതിൻ്റെതായ ആൾക്കാരെ വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ എന്ത് കാര്യം നമുക്കറിയാത്തത് നമ്മളേതല്ലാത്ത ഒരു കാര്യമാകുമ്പോൾ നമ്മളത് സത്യസന്ധമായി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇത് നമ്മുടെ രീതിയിൽ ഇത് തുറക്കോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് അതിൻ്റെതായ ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിച്ച ഒട്ടും സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം അത് നോക്കുന്നത് ശരിയല്ല. നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കണം. നമ്മളെ കാര്യം നോക്കണ്ടോ, നമ്മളെ കാര്യം നോക്കണം. നമുക്ക് ഇപ്പം തന്നെ പോടാം, തുറക്കേ വേണ്ട, നമുക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഇത് എടുത്തിട്ട് നമുക്ക് ഓടാം. വേറെ വഴിയില്ല. പിഞ്ചു കുഞ്ഞാണെന്ന് നീ ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ വിടാം, സമയം കളയണ്ട. പക്ഷെ ഇത് തുറന്നു നോക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല, ഞാൻ അതിനെ സപ്പോർട്ടേ ചെയ്യില്ല. പക്ഷെ നമുക്ക് മൊത്തം CCTV ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, നമ്മളെ തലയിലേക്ക് ഒന്നും വരില്ല. എല്ലാം എവിടെയെങ്കിലും വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടാവും. അതെ, ക്യാമറ ഉള്ളത് കൊണ്ടാ പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട. ക്യാമറ ഉള്ളതാണെങ്കിൽ അത് കുട്ടീനെ വെച്ചതാണോ ആൾക്കാരെ വെച്ചതാണോ എല്ലാവർക്കും കൃത്യമായി തിരിയും, മനസ്സിലാവും. നീ ഇത് തുറക്ക് റസ്മിന, തുറക്കുന്നത് നമുക്ക് സേഫ് അല്ല, തുറക്കാതെ പോകുന്നതായിരിക്കും നല്ലത്. എന്നായാലും മരിക്കും. തുറക്ക് റസ്മിന, തുറക്ക്. തുറക്കുന്നില്ല സുറുമി, നീ തുറന്നോ, ഞാൻ ഓടും. എന്നായാലും മരിക്കില്ലേ? വെരി ഗുഡ്. ഞാനേ വളരെ രണ്ടുപേരെ സെലക്ട് ചെയ്തു, പറ്റിയ രണ്ടുപേര് അല്ലെ ഹൈറബീസ ഞാൻ പറഞ്ഞത്, ഒന്ന് റാസ്മിനെയും ഒന്ന് സുറുമിയും. ഞാനിത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു എക്സാമ്പിൾ ഇട്ടത് പോലെ തോന്നി, ഒരു കോടതിയിലെ വാദം പോലെ തോന്നി. നിങ്ങൾ രണ്ട് കുട്ടികളെ വിളിച്ചു നിർത്തി, നിങ്ങൾ അവരുടെ മുന്നിൽ പെട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഈ സംഗതി അവരെ കൊണ്ട് പറയിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയിട്ടില്ല, അതൊന്ന് എഴുതി അതൊരു സ്ക്രിപ്റ്റായി. മനസ്സിലായ? ഒരു സ്ക്രിപ്റ്റായി അത്. അപ്പൊ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളിങ്ങനെ നേരത്തെ ഒരു വാചകം പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഇമാജിനേഷൻ. നമ്മൾ ഇത് ഇമാജിൻ ചെയ്യാം, ഒരു ഒറ്റ വാക്കാട്ടത് പറ്റാതെ ചെയ്യാൻ കാരണം അതില് ഒരു ഇമാജിനേഷൻ ആണ്. അത് നമ്മളോട് ഇമാജിൻ ചെയ്ത് പെട്ടി തുറക്കണം, ഈ പെട്ടിയിൽ എന്താണ് ഇത് തുറക്കാൻ പറ്റില്ല, രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കും രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വന്നു കഴിയുമ്പോൾ അത് രണ്ട് രീതിയിൽ അല്ല, നമുക്കപ്പോ അതിന്റെ രണ്ട് വശം എഴുതാൻ പറ്റും, അനുകൂലിക്കുന്ന വശം എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുന്നത്. യെസ്, ഓക്കെ. അപ്പൊ അതവിടെ വെക്കട്ടെ. ഞാൻ എടുത്തത് ഹൈർനീസ ഒരാള്, വനജ ആണ് റെഡി? യെസ്. അപ്പൊ ഹൈർനീസ ഒരാളുണ്ട്. ഇനി അടുത്ത ആരാണ് റെഡി? വനജ റെഡിയാണ്, രണ്ടാമതൊരാണ്. ഇനി ഒരാള്, രണ്ടുപേരും അടിപൊളിയാണോ? എനിക്ക് വരാൻ കഴിയോന്ന് അറിയില്ല. അതൊന്നും അല്ലേ. ഇതിപ്പോ ഇങ്ങനൊരു സംഗതിയല്ല, ഇത് ഇമാജിനേഷൻ അല്ലേ. നിങ്ങൾ രണ്ട് കുട്ടികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞ സംഗതിയൊക്കെ റെഡിയാക്കിയതിനു ശേഷം അതൊന്നും നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് നാളെ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. പിന്നെ ടീച്ചറാണ് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, അതൊന്ന് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി പിന്നെ ഇത് പഠിക്കണ്ട. കാരണം അവരുടെ കയ്യിൽ അത് അവരുടെ പ്രോഡക്റ്റാണ്. യെസ്. എന്നിട്ട് അടുത്ത ആനിവേഴ്സറിക്ക് ആ സാധനം അവർ കയറ്റിയിരുന്നു നമ്മുടെ സ്റ്റേജിൽ. അവിടെ ഈ സ്ക്രിപ്റ്റ് അല്ല അവര് തകർക്കാൻ പോണ, അവരവിടെ തകർക്കും. കാരണം അവരൊരു ലൈവാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു
സ്ഥലം നമ്മൾ കൊണ്ടുവരും. അപ്പൊ വേറൊരു സംഗതി കാണിക്കാൻ പറ്റും. ഒരാള് ഹൈറനീസ് റെഡിയാണ്, ഒരാള് വനജ റെഡിയാണ്. സംഗീത റെഡിയാണോ? റെഡിയാണ് സാർ. റെഡിയാണ്. നിങ്ങൾ അങ്ങനെ മാറിപ്പോലെ, നിങ്ങൾ ടീച്ചർമാരാണ്. ആ ഒരു ചമ്മലുകൾ സാധനത്താണ് കളഞ്ഞത്. ആ ഒരു സംഗതി ഒന്നും വേണ്ടല്ലോ. ഞാനിതിപ്പോ ലൈവ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ വേറെ ലെവലിൽ എത്തിച്ചത്. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ, ചില ശില്പശാല പോലെ ചില വർക്ക് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളൊക്കെ വേറെ ലെവലിൽ എത്തിച്ചത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഹൈറനീസ് ഉണ്ട്, സംഗീതയുണ്ട്, വനജ ഉണ്ട്. ഒരാൾ കൂടി വന്നോളൂ. ആരാണ്? ഞാൻ വരാം സാർ. യെസ്, ജിനു വന്നോളൂ. അപ്പൊ നിങ്ങളൊരു വിചാരിക്കുക, നിങ്ങൾ 4 പേര് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. 4 പേര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. യെസ്. അതിനെ കൂടി ലാസ്റ്റ് ബസ് ഇപ്പൊ വരും. ആ ബസ്സിലാകെ ഒരു സീറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കും. സപ്പോസ് ഒരുത്ത സീറ്റേ ഉള്ളൂ. അപ്പൊ അവിടെ ജിനു ബസ് കാത്ത് നിൽക്കുന്നു. ജിനു അവിടെ ബസ് കാത്ത് നിൽക്കുന്നു. ജിനു അവിടെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് സംഗീതം വരികയാണ്. അപ്പൊ സംഗീതം വിചാരിക്കുന്നത് ജിനുവിനെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് വിടണം. ബസ്സിന് വരുമ്പോ ബസ് വരുമ്പോ ജിനുവിന് ഇവിടുന്ന് വിടണം. അപ്പൊ ബസ് വരുമ്പോ ആര് മാത്രം ഉണ്ടാവുള്ളൂ? ഞാൻ മാത്രം ഉണ്ടാവും. യെസ്. അപ്പൊ എനിക്കത് സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പൊ ജിനുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും മാർക്ക് പറയാം, സംഗീതക്ക് പറയാം. അപ്പൊ ജിനുവിന് അതിന് മറുപടി പറയാം. ജിനു പോകാതിരിക്കാനും നോക്കണം. യെസ്. സംഗീത വന്നോളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ അല്ലേ സാർ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. പെട്ടെന്ന് വിഷയത്തോടെ എവിടെ പോണു പോലെ, അല്ലെങ്കിൽ എവിടെ പോകണം, അതിനൊക്കെ പേരൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വന്നാൽ മതി. നമുക്ക് എപ്പോഴും അതിനകത്തൊരു ബാക്കപ്പ് ഉണ്ട്. ബസ് എന്ന് പറയുന്നത് ഹൈറനീസ് ഉണ്ട്. ഇത് സംഗീതം പോയി പിന്നെ പറയേണ്ടതാണ് ഹൈറനീസ് വരും. ഇനി അടുത്തതില് അങ്ങനെ ജിനു അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം സംഗീതം അവിടെ ഓടിക്കേണ്ട ഹൈറനീസിന് ആവശ്യമുണ്ട്. പിന്നെ അവിടെ വന്നത് ഹൈറനീസ്. അപ്പൊ സംഗീതം അവിടെ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വനജയാണ്. അപ്പൊ ഹൈറനീസിന് ആര് പറഞ്ഞു വരണം? വനജ. വലിയ പോയില്ലെങ്കിൽ ലാസ്റ്റ് വന്നാണ് എല്ലാവരും പറഞ്ഞു. യെസ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൈവരിച്ചാക്കാം. അത് നിങ്ങൾക്ക് വിട്ടുനിൽക്കരുത്. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. നിങ്ങൾക്ക് എന്ത് കൈവരിച്ചാക്കാം. യെസ്. ഓക്കെ. കൈ വിട്ടിട്ട് അങ്ങനെ തുടങ്ങിക്കോ. യെസ്. ഓക്കെ. നേരത്തെ റാസ്മിനെയും അതിനോടൊപ്പം തന്നെ സുമിയും തകർത്തില്ലേ? അവരൊക്കെ ജീവിക്കുന്നു, ആക്ട് ചെയ്യില്ല. യെസ്. അതുപോലെ ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ജിനു നിൽക്കുകയാണ്. അപ്പൊ ജിനുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കണം, ഹായ് ഹായ് എവിടെ പോകുന്നു? ജിനു പറ. ജിനു, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് സംഗീത എന്നാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജിനു. ഞാൻ പോകുന്നത് പട്ടാമ്പിക്കാണ്. എനിക്ക് ഈ ബസ് തന്നെ പോകണം. അതെയോ? പട്ടാമ്പിക്ക് ഇവിടെ വന്ന ബസ് കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ എന്തെങ്കിലും ബസ് കിട്ടണത് പട്ടാമ്പിക്കുള്ളത്? അതിനപ്പുറത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്നാ കേട്ടത്. ഞാൻ സ്ഥിരമായി കയറുന്ന സ്ഥലാ. അതുകൊണ്ട് എനിക്ക് ഈ ബസ് തന്നെ പോണം. എനിക്ക് അർജന്റ് സ്ഥലത്തേക്ക് തന്നെ പോണം. അതെ, പക്ഷെ ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്നാ ബസ് കിട്ടൂല എന്നാണല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കാര്യം എനിക്ക് പോകേണ്ടത് പട്ടാമ്പിക്കല്ല, എനിക്ക് പോകേണ്ടത് എറണാകുളത്തേക്കാണ്. അപ്പൊ ഞാൻ പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് ഇവിടെ നിൽക്കാൻ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇയാൾക്കുള്ളത് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ നിന്നത്? എന്നാ വഞ്ചിക്ക് തെറ്റിണ്ടാവും. എനിക്ക് പോകേണ്ട സ്ഥലം പട്ടാമ്പി. ഞാൻ സ്ഥിരമായി കയറുന്ന സ്ഥലമാണ്, ബസ് സ്റ്റാൻഡാണ്, ബസ്സുമാണ്. അപ്പൊ ഞാനിവിടെ നിന്ന് സ്ഥിരമായിട്ട് കയറണത്. പക്ഷെ ഇവിടെ നിന്നാ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഈ ബസ് അങ്ങോട്ട് പോകുന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇപ്പൊ ആ ബസ് പോയിട്ടുണ്ടാവില്ലേ ചിലപ്പോ? നിങ്ങൾ വരാൻ വൈകിട്ടുണ്ടായിരിക്കും, ചിലപ്പോ ബസ് പോയിട്ടുണ്ടാവില്ല. സംഗീത, ഒരു നമ്പർ നമ്മൾ പറ്റിയിരുന്നതിനെ മാറ്റി പിടിച്ചോളാം. ഇത് വേറെ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചോളാം. ഈ അതൊന്നും വീടില്ല. അപ്പൊ അടുത്തതൊക്കെ അവർക്ക് മാറ്റി വെറൈറ്റി പിടിച്ചോളണം കേട്ടോ എപ്പോഴും. ഓക്കെ. സ്റ്റാർട്ടിങ് പോകാം. യെസ്. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് കയറാറുള്ളത്.
പട്ടാമ്പിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും എളുപ്പത്തിന് തൊട്ടപ്പുറത്തുള്ള സ്റ്റോപ്പിൽ പോയി നിന്നാൽ ഇതിലും എളുപ്പത്തിന് നിങ്ങൾക്ക് ബസ് കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകണമല്ലേ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് പിന്നെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. സ്ഥിരം കയറുന്ന ബസ് സ്റ്റോപ്പാണ്, സ്ഥിരം കയറുന്ന ബസ്സാണ്, അവർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ഈ ബസ് തന്നെ പോവുള്ളൂ. ചിലപ്പോ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് കയറിക്കോ, ചിലപ്പോ അവിടേക്ക് കഴിക്കും എറണാകുളത്തുള്ള ബസ് വരുന്നത്. ഞാൻ ഈ സ്റ്റോപ്പിൽ നിന്ന് മാറൂല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ വല്ല ഇത് പറ്റിയാലോ, ചിലപ്പോ ആ ബസ് ഇവിടെ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് വേറെ സ്ഥലം നിങ്ങൾ നോക്കി പോവേണ്ടി വരില്ലേ? അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കിപ്പോ എറണാകുളത്തേക്കുള്ള ബസ് ഇപ്പൊ വരും, ഞാൻ അതിൽ കയറിയാൽ മതി, എനിക്ക് നോ പ്രോബ്ലം. പക്ഷെ നിങ്ങള് ഒരു വിഷമത്തിലാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഒരു വിഷമില്ല, ഞാൻ ബസ് വന്നിട്ടേ പോവുള്ളൂ. എന്നാലും അങ്ങനെയല്ലല്ലോ, അവിടെ നിന്നാൽ ചിലപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ, ബസ് അവിടെ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ബസ് നോക്കണ്ടേ നിങ്ങൾ? അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ലേറ്റ് ആവില്ലേ? എന്റെ ബസ് ഇപ്പൊ തന്നെ വരും, ഞാനിപ്പോ അതിൽ കയറും. പക്ഷെ അപ്പൊ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കായി പോകില്ലേ? അപ്പൊ അതിനേക്കാൾ നല്ലത് നിങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ് കിട്ടില്ലേ? എനിക്ക് വരാനുള്ള ബസ് ഇപ്പൊ വരും, വണ്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ബസ് തന്നെ പോകും. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ നിങ്ങളെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം ഞാനും ഇവിടുന്ന് സ്ഥിരമായിട്ട് വണ്ടി കയറുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ബസ് നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ വരുമ്പോഴത്തേക്കും ഒരു ബസ് പോണ കണ്ടായിരുന്നു. ഇനിയിപ്പോ അതായിരുന്നെങ്കിലോ, നിങ്ങളിപ്പോ ശ്രദ്ധിച്ചിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോ ബസ് പോയിട്ടുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുത്ത ബസ് നോക്കണ്ടേ? ആവുന്നുള്ളൂ, വണ്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ബസ് തന്നെ പോകുള്ളൂ. അപ്പോ ഇവിടെ സുർമി, സംഗീതയും ജിനുവും യെസ് 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 സുർമി ഓക്കെ. സുർമി ജിനു രണ്ടുപേരും പോയിട്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടെയാണ് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഹൈറൂനീസിന് പോവാം. ഹൈറൂനീസ് വരുമ്പോ തന്നെ മനസ്സിൽ പറയുന്നത് രണ്ടുപേരും ഇവരെന്ത് കാണിച്ചപ്പോ പറഞ്ഞോട് ഓക്കെ, ബാക്കിയൊക്കെ ഹൈറൂനീസിന്റെ കയ്യിലാണ്. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? ഹായ്, എന്റെ പേര് സംഗീത. എന്റെ പേര് ജിനു. നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യണ ബസ് പോണ റൂട്ടിൽ മരം മുറിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ചിലപ്പോ ബസ് അതുവരെ പോണുണ്ടാവൂല, പട്ടാമ്പി വരെ കൊടുമുണ്ടയിൽ നിർത്തും എന്നാണ് തോന്നുന്നത്. എനിക്ക് അത്ര ദൂരം പട്ടാമ്പി എത്തേണ്ട ആവശ്യമില്ല, പോണ വഴി പള്ളിപ്പുറം ഞാൻ ഇറങ്ങും. അപ്പൊ ഞാൻ ഈ ബസ്സിൽ പോണതല്ലേ നല്ലത്. നിങ്ങൾക്ക് ഇനി പിന്നിൽ ബസ്. നിങ്ങളുടെ പേരെന്താ? പേര് ഹൈറൂനീസ്. ഞാൻ സ്ഥിരം ഈ ബസ്സിലല്ല പോവാറ്, പക്ഷെ ഇന്ന് ഈ ബസ്സിന്റെ ഇത് അവിടെ ഒരു കണ്ടക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞു തന്നാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പട്ടാമ്പിക്ക് പോവാണെങ്കിൽ പിന്നിലും ബസ് വരുന്നുണ്ട്, 7:25-നാണ്. ഇത് 7:10 എടുക്കുന്ന ബസ്സല്ലേ. അപ്പൊ ഇത് കൊടുമുണ്ട വഴി വരെ പോവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പോണ റൂട്ടില് ബസ് മരങ്ങളൊന്നും മുറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഇപ്പൊ വരെ അറിഞ്ഞിട്ടുള്ളത്. കാര്യം എനിക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്, അത് എളുപ്പമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ ബസ് ഇത് തന്നെയാണ്, ഞാൻ ഈ ബസ്സിൽ തന്നെ പോകുള്ളൂ. ഇപ്പൊ 7:20 തന്നെ ബസ്സിന് തന്നെ ഞാൻ പോകുള്ളൂ. നമുക്ക് കണ്ടക്ടറെ അവരത്ര അറിവില്ലല്ലോ, എന്തായാലും അവര് പറഞ്ഞതെന്ന് അറിവാണ്. അപ്പൊ ഇപ്പൊ അവരോട് ചോദിച്ചതാണ് ബസ് എപ്പോഴാണെന്നുള്ളത്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം അറിയില്ല. അപ്പൊ അവര് പറഞ്ഞതാണ് അവിടെ മരം മുറിഞ്ഞിട്ടുണ്ട്, അപ്പൊ ബസ് അത്ര പോവില്ല, കൊടുമുണ്ട വരെ പോവുള്ളൂ. നിങ്ങൾക്ക് പള്ളിപ്പുറല്ലേ ഇറങ്ങേണ്ടത്, അപ്പൊ ബസ് അതിന്റെ മുന്നേ സ്റ്റോപ്പിൽ നിർത്തും, നിങ്ങൾ കയറിക്കോ ആ ബസ്സിൽ എന്നാണ് പറഞ്ഞത്. അവിടെ സ്റ്റോപ്പില് പട്ടാമ്പിക്ക് ബസ് കാത്ത് നിൽക്കുന്നവരോടൊന്ന് പറയാനും പറഞ്ഞു. എറണാകുളത്തേക്ക് പോണ ബസ്സിന്റെ കുഴപ്പങ്ങളില്ല എന്നാണ് എനിക്കറിയാവുന്ന ഒരു കണ്ടക്ടറാണ് ഈ ബസ്സിൽ വർക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ ഭാഗത്തൊന്നും കുഴപ്പമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ ബസ്സിന് തന്നെ ഞാൻ പോകുള്ളൂ. ഞാന് ഈ ബസ്സിൽ തന്നെ പോകും, കാരണം എനിക്ക് പള്ളിപ്പുറം ഇറങ്ങാൻ മതിയല്ലോ, അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും വഴിയിൽ ഇറങ്ങാൻ ഉറപ്പിച്ചോ? എനിക്ക് നല്ല വിശ്വാസം. ഞാന് ആ ബസ് തന്നെ പോവുള്ളൂ, ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്യും. ഞാനും ആ ബസ്സിൽ പോകുള്ളൂ, എനിക്ക് ആ ബസ് തന്നെയാ ഉള്ളത്. ആ ബസ്സിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവരെനിക്ക് പറഞ്ഞു തരുകയും ചെയ്തു, അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, ആ ബസ് ഒരു കുഴപ്പമില്ല, കയറിക്കോളാനാ പറയണത്. പിന്നെ ഞാനെന്തിനാ പേടിക്കും, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇനി വരച്ചു പോയി. അപ്പൊ 3 പേര് ഇപ്പൊ ഉണ്ട് കേട്ടോ. ഹൈറൂനീസിനെ മരമുറിയിൽ അവര്
വീടില്ല. ഇനി വലത് വരുമ്പോ ഈ 3 പേരെ അപ്പുറത്ത് മാറ്റണം. എസ് എസ് ഓക്കെ. ഓരോരുത്തരും നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ പറയണം കേട്ടോ, എന്ത് തോന്നിയിട്ടുള്ളത്. അത് ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. അല്ല, എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? 2-3 ആള് നിൽക്കണ്ടല്ലോ, എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ബസ് കയറാൻ നിൽക്കണത്. എന്ത് ബസ്? ഇവിടെ ബസ്സൊന്നും ഇല്ലല്ലോ. ആരാ പറഞ്ഞു ഇവിടെ ബസ്സൊന്നും സ്റ്റോപ്പ് അല്ലേ പിന്നെ ഇവിടെ ബസ് ബസ്? ഇത് ബസ് എന്താണ് സ്റ്റോപ്പ് മനസ്സിലായി? സ്റ്റോപ്പ് അല്ലേ, ഇവിടെ ബസ് അല്ലാണ്ട് ട്രെയിൻ വരില്ലല്ലോ. അല്ല, പക്ഷെ ഇന്നെന്തോ പണിമുടക്കം എന്തോ ആണെന്ന് പറയുന്നത് കേട്ടു. ഇന്ന് ബസ് ഇല്ലാന്നാണ് കേട്ടത്. നിങ്ങൾ എല്ലാവരും ബസ് തന്നെ വൈകുന്നേരം നേരം വെളുക്കുന്ന വരെ നിങ്ങൾ ഇവിടെ നിൽക്കും. ഒരൊറ്റ ബസ് ഈ വഴിക്ക് കടന്നില്ല. ഇല്ല ഇല്ല, ഞങ്ങൾ ഇത്ര നേരം വന്നിട്ട് ബസ്സുകളൊക്കെ ഒന്നും ഒരു തടസ്സവും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ബസ്സിലൊന്നും നിങ്ങൾ കയറിയില്ല? ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലമാവേണ്ട ബസ്സല്ലേ ഞങ്ങൾക്ക് കയറേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത ബസ്സിൽ ഞങ്ങൾക്ക് കയറേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും എവിടേക്കാ കാത്തു നിൽക്കണം എല്ലാവരും? എനിക്ക് എറണാകുളത്തേക്കാ പോകേണ്ടത്. എനിക്ക് പള്ളിപ്പുറം. ബസ് എറണാകുളം പട്ടാമ്പൂരൊന്നും പോണില്ല. ബസ് വഴിയിൽ മരം മുറിഞ്ഞ് കിടക്കാന് പള്ളിപ്പുറം വരെ പോവുള്ളൂ, കൊടുമുണ്ട വരെ സ്റ്റോപ്പ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നിങ്ങൾ എന്തോ മിന്നൽ പണിമുടക്കം എന്തോ വന്നിട്ടുണ്ട് എന്നാണ്. ബസ്സുകളൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു 5-10 മിനിറ്റിന്റെ അകം എല്ലാം സ്റ്റോപ്പ് ആവും. പണിമുടക്കം എന്തോ മിന്നൽ പണിമുടക്കം എവിടെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരോ ബസ്സിൽ എന്തോ പെൺകുട്ടികളെ എന്തോ അപമാനിച്ചെന്നോ അയാളെന്തോ പ്രശ്നമായിന്നോ എന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പണിമുടക്കം ആക്കിയതാണ്. ആ പെൺകുട്ടി എന്തോ വൈറലാവാൻ വേണ്ടി ചെയ്തു, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ബസ്സുകളെല്ലാം പണിമുടക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ്, ഇതപ്പം അറിഞ്ഞ ന്യൂസാണ്. അപ്പൊ ബസ്സുകൾ അവരിന്റെ ഒരു ഇത് കൊണ്ടല്ല അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കയറുന്ന യാത്രക്കാരാണ് കുഴപ്പം എന്ന് കാണിച്ചുകൊണ്ട് യാത്രക്കാരെ ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബസ് പണിമുടക്കിയിരിക്കുകയാണ് എന്നാണ് ഞാൻ കേട്ടത്. അതൊരു ഏരിയയിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ മൊത്തമായിട്ട് സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു ഏരിയയിൽ മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഏരിയയിൽ മാത്രമല്ലേ പണിമുടക്കുണ്ടാവുള്ളൂ. അപ്പൊ ബസ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് പോകുന്ന സ്ഥലത്തേക്കുള്ള ബസ് അവരെല്ലാവരും കൂടിയുള്ള അവരിന്റെ ഒരു ഒത്തൊരുമയും കൊണ്ട് അവര് പറഞ്ഞാണ് ഇന്ന് ഓടുന്നില്ല, ഇനി ഈ ഒരു പ്രശ്നമായിട്ട് ഇന്ന് ഓടുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് വേറെ വല്ല കഴിച്ചു പോവാ. ഇപ്പൊ ഇയാള് പറഞ്ഞനുസരിച്ച് ഞാൻ മെസ്സേജ് നോക്കിയപ്പോ മെസ്സേജിലൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ ആ കണ്ടക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ വിവരം എന്താന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ വല്ല പണിമുടക്കം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ വല്ല ഭാഗത്തേക്കൊന്നും പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവര് ഓണേഴ്സ് ബസിന്റെ ഡ്രൈവേഴ്സ് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് ഒരു ദിവസം യാത്രക്കാർ അങ്ങനെ ആരും എവിടെയും പോകണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് അവര് വിചാരിച്ചുകൊണ്ട് പെട്ടെന്നൊരു മിന്നൽ പണിമുടക്കം എടുത്തു എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. ഞാനും അപ്പൊ എനിക്കും വേറെ പാലക്കാട് വരെ പോവാനുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ബസ് വന്നാൽ വേഗം കയറി പോയിക്കോളെ. ആരും എന്നെ ബസ് എന്ന് പറഞ്ഞിട്ടൊന്നും കാത്തു നിൽക്കണ്ട. കിട്ടുന്ന വണ്ടിക്ക് ബസ്സോ കാറോ ജീപ്പോ എന്താ കിട്ടുന്ന പറഞ്ഞ ഓട്ടോ കിട്ടുന്നതിൽ കയറുകയാണ് സൗകര്യം എന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെ നമ്മള് കയറി പോയിട്ടുണ്ടെങ്കിൽ ആ ബസ് എങ്ങാനും നമ്മുടെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സാവില്ല ആ ബസ്. അപ്പൊ പിന്നെ നമ്മള് അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ബസ് വരും, ഞാനിവിടെ വരും. എന്നാ അവിടെ നിക്ക് രാവിലെ വരെ. രാത്രിയൊക്കെ എന്താ പറയാ പുറത്തിറങ്ങി നടക്കണതൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. എല്ലാവരും ആലോചിച്ചുകൊണ്ടൊക്കെ നിന്നാ മതി. എന്തായാലും നമ്മൾ 4 പേര് ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ 4 പേരുണ്ടല്ലോ. നമുക്ക് പേടിക്കുന്നത് നമുക്ക് 4 പേരും കൂടെ അവിടെ നിൽക്കാനേ. ബസ് വരട്ടെ, എന്നിട്ട് കയറി പോവാം. ബസ് വരില്ലേ, ഞാൻ വേറെ വല്ല വണ്ടി വന്നാൽ ഞാൻ കയറി പോകും. 4 പേരുണ്ടാവില്ല, പിന്നെ നിങ്ങൾ 3 പേര് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോഴും 3 പേരുണ്ടല്ലോ ഞങ്ങള്. പക്ഷെ അപ്പോഴും വണ്ടി വരില്ല, നിങ്ങൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതിലും നല്ലത് എന്തെങ്കിലും ഓട്ടോ വല്ലതും വന്നാ ചടപടയെന്ന് ഓരോരുത്തർ ആദ്യം വന്നവർ ആദ്യം പോയിക്കോ, ഞാൻ ലാസ്റ്റ് പോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ത്യാഗിയാവുകയാണ്. നിങ്ങൾ വരുന്ന വണ്ടിയിൽ ബസ്സോ കാറോ എന്താ വരുന്നത് ആദ്യം അവസാനമായിട്ട് വന്നത് ഞാൻ നിങ്ങളെ 3 പേര് സംരക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കാം. അത് വേണ്ട, എന്തായാലും ഇയാൾക്ക് എന്നെ പേടി ബസ്സില്ല, ഇനി ഞങ്ങൾക്ക് വണ്ടികളൊന്നും കിട്ടില്ല. ഇയാള് തന്നെ കയറിപ്പോക്കോ ആദ്യമേ, ഞങ്ങൾ അവിടെ നിന്നോളാം.
നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഞാനൊരു സേവന മനോഭാവം കുറച്ച് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ പോയതിന് ശേഷം ഞാൻ പോകുന്നു. നിങ്ങളെ കിട്ടുന്ന വണ്ടിയിൽ എനിക്കറിയാവുന്ന വല്ല വണ്ടി വന്ന് ഞാൻ പറഞ്ഞ് ആക്കി തരാം. ആ ബസ്സിൽ ഉണ്ടെങ്കിൽ ബസ് വന്നാൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. നിങ്ങളെ 3 പേരെ വിട്ടിട്ട് ഞാൻ പോകണുള്ളൂ. അത് വേണ്ട, അത്രയും ത്യാഗമൊന്നും വേണ്ട. പാവമല്ലേ, നിങ്ങൾക്ക് ഭയമുള്ള, ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞാനവിടെ നിന്നോളാം, ആര് പോയാലും ഞാനവിടെ നിൽക്കും. എന്റെ ബസ് വന്നാലേ ഞാൻ പോകുള്ളൂ. അതിപ്പോ എത്ര രാത്രി നിങ്ങൾ 3 പേര് നമ്പർ തായോ, ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് നിങ്ങളെ വിളിക്കാം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നിൽ ബസ് വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അപ്പൊ പറയിക്കാം. അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് കണ്ടക്ടർ നമ്പറൊക്കെ അറിയാവുന്നതാ, ഞങ്ങള് വിളിച്ച് ചോദിച്ചോളാം. അപ്പൊ ഇപ്പൊ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വെയിറ്റിംഗിൽ കണ്ടവർക്ക് ഒന്നും ഫോൺ നമ്പർ കൊടുക്കാൻ പാടില്ല. വനജവരെ നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള ഇപ്പൊ കണ്ട് ഇരിക്കും കുറെ ഇവര് ഓടിക്കാനുണ്ട്. എന്റെ കയ്യിൽ ടെക്നിക്കും അഭിപ്രായമുള്ള ആർക്കെങ്കിലും വരാണ്ട. അപ്പൊ ഇപ്പൊ സാർ ഇതൊരു ഡിബേറ്റ് പോലെ ഇവർക്ക് ആദ്യം അറിയാം ബസ് എന്തായാലും ഉണ്ട്. അതാ പ്രശ്നമായത്. ബസ് ഇല്ലാന്നായിരുന്നു അറിയണ്ടേ. അല്ലെങ്കിൽ എന്തായാലും വനജ പറഞ്ഞ സ്ഥിതിക്ക് വല്ല വണ്ടിയും കയറി പോണ്ടതാണ്. കാരണം മിന്നൽ പണിമുടക്ക് പറയുമ്പോ ആരും നിൽക്കൂല. ലാസ്റ്റ് ഒരു ബസ് വരും, അവസാന ബസ് വരുമല്ലോ, അതിന് കാവാന്ന് പറഞ്ഞിട്ടാണ് ആരും. അതാണ് സാർ ആരും പോവാത്തത്. ഇനി വണ്ടി എടുത്ത് ഓടിക്കൊണ്ട് വരും. വണ്ടി ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലോ മിന്നൽ പണിമുടക്കാന്ന് പറഞ്ഞോണ്ട് ബസ് ഇപ്പൊ ഒരെണ്ണം പോവുകയാണ്, മിന്നൽ പണിമുടക്കെന്ന് പറഞ്ഞു. വനജ വന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു വണ്ടി മുന്നിൽ കൂടെ പോകുമ്പോ നമുക്ക് വിശ്വാസമായില്ലേ, മിന്നൽ പണിമുടക്കൊന്നും ഇയാള് വെറുതെ പറയാന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് തന്നെ അവിടെ പറഞ്ഞത്. അതെല്ലാം നമ്മൾ വെറുതെ പറഞ്ഞതാണല്ലോ, നമ്മൾ ബാക്കിയുള്ളവരെ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ കാര്യം. അതുകൊണ്ട് പറഞ്ഞതാണല്ലോ എല്ലാം. അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ ഒഴിവാവണില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ നിക്കണത്. അതെ, എല്ലാവരും അതാണല്ലോ. നിങ്ങളുടെ പ്രകടനം സൂപ്പറാണ് വനജ, ഹൈറീസ, സംഗീത, ജിനു. നിങ്ങൾ ടീച്ചർമാരായി കഴിഞ്ഞാലല്ല ആ സ്കൂളിലെ പുണ്യമായിട്ട് വന്നു. ഓക്കെ, നമ്മൾ നോക്കി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മളൊരു ഒരു കഥകൾ മെനഞ്ഞിട്ട് വന്നത്. യെസ്, കണ്ട ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇത് നമ്മൾ ആദ്യം അവരോട് പറയുകയും ചെയ്യരുത്. നിങ്ങൾ ചെയ്യും. ഇങ്ങനെ വരുമ്പോ അവരുടെ ഉള്ളിൽ നിന്ന് ആ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ വരികയാണ്. യെസ്, അത് കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അതാണ് ക്രിയേറ്റിവിറ്റി. അത് അവരുടെ പ്രോഡക്റ്റ് ആണ്. യെസ്, അതേപോലെ കുട്ടികളെ നമ്മളിങ്ങനെ മോൾഡ് ചെയ്ത് അതല്ലാതെ ചെല്ലുക, പഠിപ്പിക്കുക, തിരിച്ചു പോരുക എന്നുള്ളതല്ല. നമ്മൾ അവരുടെ ക്യാരക്ടറിനോട് ഇടപെടുക. അവന്റെ മാനസികമായ വളർച്ച, ശാരീരികമായ വളർച്ച അവൻ വളർന്നോളൂ. യെസ്, ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ പഠിച്ചോളൂ. മെന്റലി നമ്മൾ അവരെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും, ടീച്ചർമാർക്ക് സാധിക്കും. അവിടെയാണ് ഇപ്പൊ ഞാനൊരു സാധനം കയ്യിൽ നിന്ന് ഇറക്കിയത് മാത്രമേ ഉള്ളൂ. യെസ്, ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. വരുന്നവരെ ആരും പറയുന്നത് കൺവിൻസ് ചെയ്യിപ്പിച്ചില്ല. അതായത് അത് നമ്മള് പറഞ്ഞങ്ങോട്ട് ഇതാണ് ശരി, വണ്ടി ഇല്ല എന്ന് പറയുന്നത്. വരജ വന്നപ്പോഴും ഞാൻ എങ്ങനെയാണ്ട കേട്ടത്, ഉറപ്പില്ല വരജക്ക്. അതായത് ഇന്ന് വണ്ടിയില്ല, മറ്റേ കുട്ടിയുടെ കൺഫ്യൂഷൻ ഞാൻ വനജ എങ്ങനെ കേട്ടതല്ല, അതാണ് ഉറപ്പിക്കലങ്ങട്. അവരെ നമ്മളങ്ങോട്ട് അതാണ് കഥാപാത്രം കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ഇല്ല, യെസ്, ആ രീതിയിൽ എപ്പോഴും നമ്മൾ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് തോളിലാണ് അതായത് കൺവിൻസ് ചെയ്യിപ്പിക്കുക. അതൊരു നുണയാണ് എന്ന് പോലും തോന്നാത്ത രീതിയിൽ എന്നാ ഞാൻ പോവാല്ലേ, ബസ്സിൽ നോക്കിക്കല എന്ന് വരുത്താവുന്ന രീതിയിൽ വരിക. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും അറിയാം, പോവാതിരിക്കാൻ നോക്കണം എന്നുള്ളത് ചിന്ത മനസ്സിലുള്ളത്. ആക്ട് ചെയ്യണം. ഇന്ന് വണ്ടിയില്ലേ, മിന്നൽ പണിമുടക്കോ, അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ, എന്നാ ഞാനെന്നാ വീട്ടിലേക്ക് പോട്ടെ, ഞാനെന്നാ യാത്ര ക്യാൻസൽ ആക്കി പോവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് പണിമുടക്കാണോ, നമുക്കും വന്നാൽ പോവണ്ട, തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ലാന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു ഫോൺ കോൾ ഒന്ന് ആക്ട് ചെയ്തെങ്കിൽ ഇച്ചിരി കൂടി ഒരു കൺവിൻസിങ് ആവും. അപ്പൊ
യെസ്, ഓക്കെ 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 ഓക്കെ. ആക്ടിംഗ് ആണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആവും. കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ ഫസ്റ്റ് പേഴ്സണെ വിളിച്ചിട്ട് നമ്മൾ നിങ്ങള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഇത്ര മിനിറ്റ് കൊണ്ട് ബസ് വരും, അപ്പൊ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം മാത്രം കൊടുത്താൽ ആ സീറ്റ് നിങ്ങൾക്ക് കിട്ടണം. അടുത്ത ആള് വരുമ്പോ അവർക്ക് അത് ഒഴിവാക്കണം എന്നുള്ളൊരു പിന്നെ സംഭവം മാത്രമേ അടുത്ത ആളോട് പറയണ്ടൂ. അപ്പൊ ഈ ആൾക്ക് അറിയില്ലല്ലോ ഇവർക്ക് കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്നെ ഒഴിവാക്കുക എന്നുള്ളതാണെന്ന്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് അറിയാം ഓൾറെഡി 10 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് വരും, ഇത് നമ്മളെ പോക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്. അല്ലെങ്കിൽ ഇത് എന്തായാലും സക്സസ്ഫുള്ളി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓൺലൈൻ ഓക്കെ. ആയതുകൊണ്ടുള്ള പരിമിതിയാണ് ഇത്. അല്ല ഓഫ്ലൈൻ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകും. യെസ്, പക്ഷെ ആ ഓൺലൈൻ എന്ന് പറയുന്നതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തില്ല. ജീവനോട് അറിയാം ബസ് വരുമെന്ന്, അതിന് വെച്ചിട്ട് വിട്ടുപോകില്ല. പോവാതിരിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ജിനുവിന് അറിയാവുന്നത് ജിനു അവിടെ പോയില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. ഇതുപോലെ വേറെയും സംഗതികളുണ്ട്. നിങ്ങള് ഒരു കുട്ടിയോട് പറയുന്നത് മോനെ, നീ മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കുക, മനുഷ്യനല്ലാത്തൊരു സംഗതി വിചാരിക്കുക, അതാണ് വിചാരിക്കുക. എന്നിട്ട് അതുപോലെ അവിടെ പോയി നിൽക്കുക, ഒരു സ്റ്റാച്ചു പോലെ നിൽക്കുക. അപ്പൊ അവൻ ചിലപ്പോ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നിൽക്കുന്നത്, അത് അവന്റെ മനസ്സിലുണ്ടായാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് അവൻ വേറൊരുത്തിനോട് പറയുന്നത്, നീ ഇപ്പൊ അത് കണ്ടല്ല, അവൻ എന്താണ് മനസ്സിൽ വിചാരിച്ചെന്നുള്ളത് അവന്റെ മനസ്സിലിരുന്നോട്ടെ, കുഴപ്പമില്ല. നിനക്കത് കണ്ടപ്പോ തോന്നുന്നത് എന്താണെന്ന് വിചാരിക്കും. എന്നിട്ട് അതിനോട് കണക്ട് ചെയ്യുന്ന വേറെങ്കിലും സംഗതിയായിട്ട് നീ അതിന്റെ അരികത്ത് പോയിട്ട് നിൽക്കുക. അപ്പൊ അവൻ ചിലപ്പോൾ വേറൊരു മൂഡിലേക്ക് നിൽക്കുന്നത്, വേറൊരു ആക്ഷനിലേക്ക് നിൽക്കുന്നത്, വേറെ മനുഷ്യനല്ല, വേറൊരു സംഗതി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ മൂന്നാമതൊരാൾ വിളിക്കും. ഈ രണ്ടുപേരും തോടെ നിൽക്കണ കണ്ടില്ലേ? അത് കണ്ടപ്പോ നിന്റെ മനസ്സിലോട്ട് വന്നത് എന്താണോ അതെന്താണെന്ന് വെച്ചിട്ട് നീ അവിടെ പോയി നിൽക്കുക. അപ്പൊ അവൻ ചിലപ്പോ ഇവരുടെ പുറകിൽ വന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലുമൊക്കെ നിൽക്കുക. നാലാമതൊരാൾ, അപ്പൊ ഒരു 11 പേരൊക്കെ വരുമ്പോൾ വേറൊരു ലെവലാണ്. യെസ്. എന്നിട്ട് നമ്മൾ ഈ 11 പേരല്ലാത്ത ആളുകളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ അവരുടെ മനസ്സിൽ അഭിപ്രായം പറയും. നമ്മൾ ചില ഡ്രാമ തിയേറ്ററിന്റെ ഒക്കെ വർക്കിൽ പറഞ്ഞ ഇതേപോലെയുള്ള കുറെ ആളുകളൊക്കെ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഗതികൾ കാണില്ലേ? ഇത് കുറെ സിംബലൈസേഷൻ ആണ്, സിമ്പിളാണ്. അപ്പൊ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ ചിലപ്പോ ഈ 11 പേരിൽ പെടാത്തവർ ഞാനിപ്പോ ഒരു പാറക്കെട്ടും അതിന്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങി വന്ന പോലെ തോന്നുന്നു. അപ്പൊ വേറെ എനിക്ക് തോന്നുന്നത് വേറെയാണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് 11ാമത് വന്ന ആളോട് ചോദിക്കുക, നീ 11ാമതാണല്ലോ അവിടെ വന്ന് നിന്നത്, നിനക്ക് എന്തായിട്ടാണ് നീ ഇവിടെ നിന്നത്? അപ്പൊ അവൻ പറയും, ഞാൻ ഇവിടെ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പായിട്ടാണ് നിന്നത്, എനിക്ക് അങ്ങനെ തോന്നി. ഇതൊരു അപ്പൊ അത് മുകളിലൊരു അമ്പലം പോലെ തോന്നി, അപ്പൊ അങ്ങോട്ട് കയറി പോകുന്ന സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നി. അത് 11ാമത്തെ ആള് പറഞ്ഞു. 10ാമത്തെ ആളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തായിട്ടാണ് തോന്നിയത്? അപ്പൊ അവൻ പറയണത് വേറെ ആയിരിക്കും. 9ാമത്തെ ആളോട് ചോദിക്കാണ്, അങ്ങനെ ചോദിച്ച് 1ാമത്തെ ആളോട് ചോദിക്കുമ്പോ പറഞ്ഞ എന്ത്? യെസ്, ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. രണ്ടുപേര് അവിടെ നിൽക്കണ കാണുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് വേറൊരു ഐഡിയ വരും. അവൻ ചിന്തിക്കുന്നത് രണ്ടുപേരും അത് ഇന്നതാണല്ലോ, ഇന്ന മോഡലാണല്ലോ. യെസ്, അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഇന്നായിട്ട് നിന്ന് കഴിഞ്ഞാല് ഓക്കെ. യെസ്, ഇത് അവരുടെ മാനസികമായ വളർച്ചയ്ക്ക്, കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. ഇത് നമുക്ക് ചെയ്തു നോക്കാവുന്ന വേറൊരു ടെക്നിക്കാണ്. ഇനി ഓഫ്ലൈനിലാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, ഓൺലൈനിൽ പറ്റാത്തൊരു സംഗതി കൂടി ഞാൻ പറയാം. നിങ്ങൾ കുട്ടികളോട് പറയും, ഓക്കെ മക്കളെ എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും പഠിപ്പിക്കലല്ല, എന്നൊക്കെ അവരുടെ സ്നേഹത്തോട് ചേർന്ന് പറയാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്നു, നിങ്ങൾ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്ന്
ഹലോ, സാറ് നെറ്റ് സാറ് പോയി. പോയിരുന്നു അല്ലേ? ഓക്കെ. സാറിന്റെ സാറിന്റെ പോയതാ? നെറ്റ് പോയി. സാറിനെ കാണുന്നില്ലല്ലോ. സാറിന്റെ നെറ്റ് പോയതാ തോന്നുന്നുണ്ട്. ഷിജിനാസ് എങ്ങനെയുണ്ട് ട്രെയിനിങ് ഒക്കെ? അടിപൊളിയാണ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നല്ല അറ്റാച്ച്മെന്റ് ആണ് കുട്ടികള്. നല്ല ഷിജിനാസ് ഏത് സ്കൂൾ? കൊടുങ്ങല്ലൂര്. ഞാൻ 2 ട്രെയിനിങ് ചെയ്തു. ഞാൻ MIT ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിലും ചെയ്തു, പിന്നെ എറിയാടും ചെയ്തു. 2 സർട്ടിഫിക്കറ്റ് കിട്ടി. എക്സലന്റ് എന്നാണ് കിട്ടിയത്. ഹലോ, ഹലോ, MIT വർക്ക് ചെയ്യുന്ന ഷാദിയാനറിയോ? ഷാദിയ ആ MIT ഇല്ല, ഞങ്ങളുടെ അടുത്തുള്ള MIT ആണ് അത്. അവർ തന്നെയാണ്, പക്ഷേ ഞാൻ ആ MIT യിലല്ല, ഞങ്ങളുടെ അടുത്തുള്ള MIT യിലാണ്. അത് 2 സ്കൂളുണ്ട് MIT. ഷാദിയാൻ അറിയാം, എൻ്റെ കൂട്ടുകാരിയാണ്. ഷിജിനാസ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയായിരുന്നോ ട്രെയിനിങ്ങിന് പോയപ്പോഴത്തേക്കും? നമ്മ ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുപോയിരുന്നു. അതൊക്കെ യൂസ് ചെയ്തു വന്നിട്ട് പിന്നെ അവിടെ കുട്ടികളില്? ഉണ്ടായിരുന്നു മെറ്റീരിയൽസ് നമുക്ക് കൊണ്ടുപോകേണ്ട. ചാർട്ട് വർക്ക് ഓരോ സബ്ജക്റ്റ് തരും, അപ്പൊ ചാർട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇത് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കുള്ള ഒറിജിനൽ മെറ്റീരിയൽസ് ഇല്ലേ, അത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ഉണ്ടാക്കിയത് അത് കൊണ്ട് വെച്ചാൽ കാണിച്ചില്ല? ഉണ്ടാക്കിയതൊന്നും കാണിച്ചില്ല? ഉണ്ടാക്കിയതുകൊണ്ടേ കാണിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്നു അവരെന്താ മെറ്റീരിയൽസ്. പറഞ്ഞ മറ്റേ ഉണ്ടാക്കിയതൊക്കെ? ഷിജിനാസ് കൊണ്ടുപോയത് കാണിച്ചപ്പോ അവരെന്താ പറഞ്ഞേ? അവർക്ക് ഇഷ്ടായോ അവർക്ക്? അടിപൊളിയാണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞായിരുന്നു അവര്? കൗണ്ടിങ് ചെയ്തു, പിൻടാർ വെച്ച് ഓരോന്ന് ചെയ്യിപ്പിച്ചു. അതേപോലെ മണ്ണ് ചിങ്ങിട്ട് മണ്ണില് അങ്ങനത്തെ എഴുതിപ്പിച്ചു. അത് കൊണ്ട് അക്ഷരങ്ങൾ എഴുതിപ്പിച്ചു. അങ്ങനൊക്കെ. മോണ്ടിസോറി സ്കൂളിലാണോ പോയത്? മോണ്ടിസോറി സ്കൂളിൽ, കിഡ്സ് സ്കൂൾ. യെസ്, തുടങ്ങാം നമുക്ക്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ നിങ്ങൾ കുട്ടികളെ ഒക്കെ നേരത്തെ ഇത് ഒരിക്കലും ബെഞ്ചിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കരുത്. റൗണ്ടിൽ ഇരുത്തുക. ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു അങ്ങനെ തോന്നല വേണം. റൗണ്ടിൽ ഇരുത്തുക, എന്താ ചെയ്യിപ്പിക്കും, അടുത്ത് നടുക്ക് ചെയ്യിപ്പിക്കും. യെസ്, ഓക്കെ. അല്ലാണ്ട് ബെഞ്ചിലിരുത്തി ഒന്നിനെ പുറത്തോ അങ്ങനെ റൗണ്ടിലേക്ക് ഇരുത്തി യെസ് കുറെ കളികളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്തൊരു ടെക്നിക്കാണ് പറയുന്നത്. അങ്ങനെ നിർത്തിയത്. അപ്പൊ നിങ്ങളൊരു കുട്ടിയോട് പറയുന്നത്, നീ വീട്ടിൽ പല കാര്യങ്ങള് അമ്മയോ അനുജത്തിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമല്ലോ. അപ്പോ അല്ലെങ്കിൽ വീട്ടിൽ കാണാം, ആ ഒരു സാധനം ഇവിടെ ഒന്ന് ആക്ഷൻ കാണിക്കാൻ പോകും. അപ്പോ എന്ത് ഡയലോഗ് ഉണ്ട്, വെറുതെ ആക്ഷൻ. അപ്പൊ വേഗം ഒരു പെൺകൊച്ചു വരുന്നത്. ആ പെൺകൊച്ചു വന്നു കഴിഞ്ഞിട്ട് അലക്കുന്ന പോലെ കാണിക്കുക. അപ്പൊ നമുക്ക് ആ ആക്ഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും അത് കല്ലേൽ അലക്കിയെന്ന് മനസ്സിലാവും. ഓക്കെ, അതങ്ങനെ കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ വേറൊരു കുട്ടിയോട് പറയുന്നത്, ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം കാണിക്കാം. കേട്ടാ, ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം. അപ്പൊ വേഗം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ പയ്യൻ വേറെ കാണിക്കുന്നു. ആ പയ്യൻ കാണിക്കുന്നത് ആ വീട്ടിലെ അച്ഛൻ ആ പയ്യനാണ്. അപ്പൊ വേഗം തന്നെ വേണമെങ്കിൽ കുറച്ച് തുണി ഇങ്ങനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സ് കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സീൻ കാണിക്കും. അങ്ങനെ ഒന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതിനോട് രണ്ടിനോട് കണക്ട് ചെയ്യാവുന്ന വേറൊരു സംഗതി, ഈ സിറ്റുവേഷനിൽ പോകരുത്. ഇതിനോട് കണക്ട് ചെയ്യുന്ന വേറൊരു സംഗതി അടുത്ത ആളോട് കണക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു കൊച്ചു വന്നിട്ട് തുണി ഇങ്ങനെ ഊരി അഴയിലോട്ട് ഇടുന്നത് കാണിക്കും. യെസ്, കേട്ടോ, അഴയിലോട്ട് ഇടുന്നത് ആക്ഷൻ കാണിക്കണം. അപ്പൊ മനസ്സിലാകും ആ പെണ്ണ് അലക്കുന്നു, അച്ഛൻ തുണി കൊണ്ടൊന്ന് കൊടുത്തു, വേറൊരാൾ ഇങ്ങനെ ഇടുന്നു. യെസ്. ഇനി നമ്മൾ അടുത്ത ആളോട് പറയുന്നത് വേറൊരു സംഗതി കാണിക്കാമോ, ഇതിനോട് കണക്ട് ചെയ്താണ്. അപ്പോ ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഫോണായിട്ടാണ്. വന്നിട്ട് നേരത്തെ തുണി അലക്കിക്കൊണ്ടിരുന്ന പെണ്ണിന്റെ ചെവിട്ടിൽ വെച്ചു കൊടുക്കും, ആളുടെ ചെവിട്ടിൽ വെച്ചു കൊടുക്കും. അപ്പൊ അതിന് മനസ്സിലായി ഇവർക്കൊരു ഫോൺ വന്നു. ഫോൺ വന്നു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ആ ഫോൺ കൊണ്ടുവന്ന് കൊടുത്താണ്. അതൊക്കെ മനസ്സിലായി. യെസ്. ഇനി നമ്മൾ അങ്ങനെ ഇതിനോട് കണക്ട് ചെയ്യാവുന്ന, ഞാനിപ്പോ നാലെത്തി നിർത്തുന്നത് പോകട്ടെ. യെസ്, കണക്ട് ചെയ്യാവുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടു തുണി അലക്കുന്നത് കണ്ടു. പിന്നെ ഒരാൾ വന്ന് എന്ത് ചെയ്തു, തുണി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞതിന് ശേഷം അഴയില് വിരിച്ചിട്ടു.
പിന്നെ ഒരാൾ വന്നതിന് ശേഷം മൊബൈൽ ചെവിയിൽ വെച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു. അപ്പൊ അവർ ആ പൊസിഷൻ തന്നെ നോക്കിയാണ്. ഇനി നമ്മൾ അവരോട് പറയണം, നിങ്ങൾ ഒന്നുകൂടി വരിക. ആദ്യം വന്ന ആളാരാണ്, രണ്ടാമത് വന്ന ആളാണ്, മൂന്നാമത് വന്ന ആളാണ് എന്നൊക്കെ അറിയാലോ. ആദ്യം വന്ന ആളോട് ഒന്നുകൂടി വരാൻ പറയും. അപ്പൊ ആദ്യം വന്നത് ആരാണ്? തുണി അലക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ആ തുണി അലക്കാൻ വേണ്ടി വന്ന പെണ്ണ് ഒന്നുകൂടി വരാൻ പറ്റും. അത് ഒന്നുകൂടി പഴയതുപോലെ വരാം. അപ്പൊ പറയണം, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരിക. അപ്പൊ ആ പെണ്ണ് പറയണം, ആ പെൺകുട്ടി വന്ന് ഇവിടെ നിൽക്കാണ്, അലക്കണ പോലെയാണ്. ഓ, ഒരുപാട് അലക്കാനുണ്ട്, എനിക്കിന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, സ്കൂളിൽ കൊച്ചിന്റെ അടുത്ത് PTA മീറ്റിംഗ് ഉണ്ട്, അവിടെയൊക്കെ പോകണം, അലക്കാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലക്കി. അപ്പൊ രണ്ടാമത് വന്നിട്ട് ഒരാള് കുറച്ച് തുണിയിട്ട് കൊടുത്തില്ലേ, അത് വേണമെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനെ അടിവരിക്കാം. അയാളോട് വീണ്ടും വരാൻ പറയും. അപ്പൊ അയാളോട് പറയണം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരാം. അപ്പൊ അയാള് വരണം. അയാൾ ഇങ്ങനെ ഡ്രസ്സ് കൊണ്ട് വരാനുണ്ട്. നീയേ നിന്റെ മാത്രം അടിക്കാൻ പോലെ ഇത് പിന്നെ ആരാക്കും? ഇതേ കിടക്കണം കേട്ടോ, അങ്ങനെ അലക്കണം. മൂന്നാമത് വന്നൊരു കൊച്ചിന് തുണി പിടിച്ചത്, ആ കൊച്ചിനോട് പറയും നീയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരിക. അപ്പൊ ആ കൊച്ചിനോട് പറയും, അമ്മേ ഇത് കുറയില്ല അലക്കാനായിട്ട്, ഞാൻ വേണമെങ്കിൽ വിരിച്ചിടാൻ സഹായിക്കാം കേട്ടോ. അങ്ങനെ വന്നു. നാലാമത് വന്നില്ലേ, അയാള് വരെയാണ്. അപ്പൊ അയാളോട് പറയുന്നത്, നേരത്തെ ഫോൺ കൊണ്ടുവന്ന് ചെവിട്ടിൽ വെച്ചില്ലേ, അതുപോലെ ഇപ്പോഴും കൊണ്ടുവന്ന് വെക്കും. അപ്പൊ വേണമെന്നില്ല, അയാള് ഫോൺ കൊണ്ടുവന്ന് ചെവിട്ടിൽ വെക്കുകയാണ്. ഇനി നിന്റെ ചേച്ചിയെ വിളിക്കുന്നത്, ഇവർക്കൊക്കെ വേറെ പണി ഇതാ പറയുമല്ലത്. അപ്പൊ ഇവിടെ ഫോണിലൂടെ പറയാം, ആദ്യം വന്ന ആ പെൺകുട്ടി, ആ ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ പണിയാണ് കേട്ടാ, ശരിയട്ടാ. ഓക്കെ, എത്ര കഥാപാത്രം അവിടെ കയറി വന്നു. യെസ്, ഇത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് വന്നതാണ്. യെസ് അണ്ട, ഇത് ടീച്ചറായി നിങ്ങൾ നോക്കി ഒബ്സർവ് ചെയ്തു, ഇത് അവരെ കൊണ്ടാണ് എഴുതിപ്പിച്ചു. അവിടെ എന്താ സ്ക്രിപ്റ്റായി, നിങ്ങൾ അവതരിപ്പിക്കേണ്ട സംഗതിയുടെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു, അതിന്റെ റൂട്ട് ശരിയായിട്ട് വന്നു. ഇനി ടീച്ചർ എന്ന നിലക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ചില മേക്കപ്പ് ചെയ്യേണ്ടി വരും തരുമ്പോ ചില ചില സംഗതികൾ. യെസ്, അപ്പോ അത് വേറൊരു ലെവലല്ലേ. ഇങ്ങനെയാണ് കഥകള്, സിറ്റുവേഷൻസ്. ഞാനിപ്പോ ബസ് സ്റ്റോപ്പും ഇതും അലക്കണതൊക്കെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് ജോബ് സാറ് പറഞ്ഞത് ബസ് സ്റ്റോപ്പായിരുന്നു, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകും. എന്നിട്ട് ഇത് വേറെ ലെവലിൽ പോകും. അവിടെയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ഞാൻ അവർ ബസ് സ്റ്റോപ്പ് അല്ല പറഞ്ഞത്, ബസ് സ്റ്റോപ്പ് വേണ്ട എനിക്ക്, അതിപ്പോ സാറ് പറഞ്ഞ സാധനം തന്നെ പോകും, അത് വേണ്ട, ഞാൻ വേറെ ഇരിക്കും. അവിടെ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ടീച്ചർ എന്ന നിലക്കുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. അവിടെ നമ്മൾ പറഞ്ഞു തുണി അലക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് മാറ്റി പിടിക്കും. യെസ്, അതിന് വേറൊരു ലെവലിൽ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നോക്കാം. യെസ്, അപ്പോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്രിയേറ്റ്. ഇങ്ങനെ അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ കുട്ടികളുടെ മനസ്സിലുള്ള കോൺഫിഡൻസ് ലെവലില്ലേ, അതങ്ങനെ വേറെ ലെവലാവും. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് സുറുമി ടീച്ചറെ കുറിച്ച് പറയാൻ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ, ജിനു ടീച്ചറെ കുറിച്ച് പറയാനേ കുട്ടികൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് അവരുടെ നീ കുറെ നേരം വന്നപ്പോ തുടങ്ങി ടീച്ചറെ കുറിച്ച് പറഞ്ഞു, വേറെ ഒന്നുമില്ലേ അമ്മ, അത് അങ്ങനെയാണത്, അത് ഇങ്ങനെയാണ്. ഇതല്ല, അത് ചെറിയ കുട്ടികളുടെ മനസ്സിലോട്ട് അങ്ങനെ കയറി വരും. യെസ്, അപ്പൊ എന്ത് പറയണം, പ്രാക്ടീസ് ചെയ്യൂലേ നിങ്ങൾ ടീച്ചറായി കഴിയുമ്പോ? തീർച്ചയായിട്ടും ചെയ്യണം. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ വെറുതെ പഠിപ്പിച്ചുകൊണ്ട് പോന്നിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഇന്നത്തെ കാലഘട്ടത്ത് നമ്മളെല്ലാം നോക്കുക, നമ്മുടെ കുട്ടികൾ വെറുതെ പുസ്തകം മാത്രം പഠിച്ചിരുന്നിട്ട് വായിച്ചിട്ട് ഇതേപോലുള്ള മാനസികമായിട്ടുള്ള സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ മനസ്സിലൊക്കെ കെടുക്കും. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ആരൊക്കെ വന്ന് ഏറ്റവും ആദ്യം വന്നതിന്റെ പേര് സുറുമി വന്നു, പിന്നെ റസ്മീന വന്നു അല്ലെ, റസീന. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷെ ഇതിന്റെ സുറുമിക്കും റസീനയ്ക്കും തോന്നിയാണ്, സുറുമി റസീന നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഒരു സാധനം എഴുതിയാണ്. ഒരുപക്ഷെ മറ്റൊരു ഷാഫി മത്താന്റെ ആയിരിക്കും രണ്ടുപേര്, ഒരുപക്ഷെ മറ്റൊരു ലാലും ജോസും ഒരുക്കിയിരിക്കുന്നത്. മനസ്സിലായോ? യെസ്, ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ആലോചിച്ചിട്ട് നമുക്ക് ആക്ട് ചെയ്യാം. നമ്മൾ എഴുതണ്ട, നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ആക്ട് ചെയ്യാം. നീ ഒരു സീൻ, ഞാനൊരു സീൻ, നീ അത് കൊടുക്കാൻ വേണ്ടി പറയാം, ഞാൻ കൊടുക്കാതിരിക്കാൻ പറയാം. യെസ്, നമുക്ക് ടേബിൾ അവിടെ ഓണാക്കി വെക്കാം. ഓക്കെ എന്ന് പറഞ്ഞു.
യെസ്. അത് കഴിഞ്ഞ് അപ്പൊ കൈവിട്ടൊക്കെ പറയുന്നു, അത് നമ്മൾ കണ്ട് കേട്ടു. ഓക്കെ, അത് എഴുതി വെക്കാം, കൊള്ളാം. യെസ്, കണ്ടോ? അവ നേരത്തെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ അവതരിപ്പിച്ച പ്ലോട്ടില് ആ പെട്ടി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റാസ്മിനെ പറഞ്ഞ കാര്യങ്ങളില്ല, പറഞ്ഞ കാര്യങ്ങളില്ല. അപ്പൊ അതുപോലെ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, പുതിയ പുതിയ സൃഷ്ടികൾ ആ ലെവലിലേക്ക് നിങ്ങൾ വരണം. യെസ്, അതൊക്കെയാണ് ഈ മോണ്ടിസോറി ക്ലാസിന്റെ പ്രത്യേകത. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് തകർക്കായിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ ഇതിന്റെ പോയിന്റുകളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ഞാൻ പറഞ്ഞത് ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് ബാക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇത് സാറ് പറഞ്ഞത് അറിഞ്ഞോട്ടെ, അത് ബേസ്. ഞാൻ വേറെ ലെവലിൽ നമ്മളിപ്പോ തലസ്ഥാനത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് കുട്ടികളോട് പറയണം, നമ്മളിപ്പോ തലസ്ഥാനത്തെ കുറിച്ച് ഇത് പറയല്ല, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ഏതെങ്കിലും കുട്ടി പറയണം അതല്ല ടീച്ചർ തലസ്ഥാനം. യെസ്, കേട്ടോ, അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു വന്നു. അപ്പൊ നമ്മൾ വിജയിച്ചു. അതിനല്ല ടീച്ചർ തലസ്ഥാനം എന്ന് പറയണത്. യെസ്, അവർക്ക് നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാണ്. ഞാൻ ഇന്ന വിഷയത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നതല്ല, പ്രസംഗിച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നണം അത് ഇന്ന കാര്യമാണ് പറഞ്ഞു, ഇന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞു. യെസ്, അത് കഴിയുമ്പോഴാണ് തോന്നുന്നത്. യെസ്, ഒരു പരിപാടി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റ് രണ്ടുപേരും മെസ്സേജ് പറയുന്നതല്ല, ആ പരിപാടി മുഴുവൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നണം അതെ നേരത്തെ പറഞ്ഞ പോലെ ആ പെൺകുട്ടി ഒരു റീച്ചിന് വേണ്ടിയിട്ട് സംഭവം ചെയ്തു, അതുമായി ബന്ധപ്പെട്ട വിശ്വനാഥ് സംഗതിയായിട്ട് അവതരിപ്പിച്ചത് കേട്ടോ. അങ്ങനെ പറയുന്ന ലെവലിലേക്ക് നമ്മൾ യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആരാണ്? ആ ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു വേടാണ്. ആരാണ് പറഞ്ഞത്? ഇമാജിനേഷൻ. റാസ്മിൻ എന്ന് പറഞ്ഞ ആ ഇമാജിനേഷനാണ് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് കാരണമായി. ഓക്കെ 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 യെസ്. പിന്നെ നിങ്ങള് MT14 പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പക്വതയുള്ള നല്ല കഴിവുള്ള ആളുകളാണെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. ആ ധാരണ കളയണ്ട. അപ്പൊ ആ ധാരണ ടീച്ചർ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ പറയണ കേൾക്കാം, നല്ല കുട്ടികളാണെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. അപ്പൊ ധാരണ കളയണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു വേറെ ലെവലാണെന്ന് വിചാരിച്ചിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ കാര്യം കൂടി പറയുന്നത്, അടുത്ത 24-ാം തീയതി അന്ന് മോണ്ടിസോറി 9th ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറമണിയാണ്. 9th മോണ്ടിസോറി 9. യെസ്, അപ്പോ 12 ഈ മാസം കഴിഞ്ഞു. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ 12 കഴിയും. പിന്നെ 13 കഴിഞ്ഞ പിന്നെ അടുത്തത് 14 നിങ്ങളാണ്. യെസ്, അപ്പോ ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ള എടുക്കാനൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തീർക്കാം, കുഴപ്പമില്ല. അപ്പോ എന്താ പറയാ, കാലം ഇനിയും ഉരുളും എന്ന് പറഞ്ഞ പോലെ ഉരുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇരിക്കുന്നത് വരെ എത്താറായി. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞത് മുഴുവനും ഇമാജിനേഷൻ, കുട്ടികളിൽ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം. ചെയ്തോടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല, പഠിച്ചോടാ നീ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ മക്കളുടെ അടുത്ത് പോകരുത്, അവിടെ ഇരിക്കണം. യെസ്, അതിനൊരു സമയം കണ്ടെത്തി അവിടെ ഇരിക്കണം, എങ്കിലേ ഒരു നേരെയാവും. യെസ്, അങ്ങനെ അവരെ വന്നൊരു ട്രാക്കിലോട്ട് ആക്കി കഴിഞ്ഞാലല്ലേ പിന്നെ അവർ കയറിപ്പോകും. ആ ട്രാക്കിലോട്ടൊന്ന് എത്തിച്ചിരിക്കണം. യെസ്, അത്രയും നാള് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃഷ്ണമണി പോലെ കൂടെ ഉണ്ടാവും, പ്രത്യേകിച്ച് അമ്മമാര്. യെസ്, അത് കൂടെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അവർ വേറെ വഴിയിലോട്ടൊന്നും പോവാതെ കറക്റ്റ് റൂട്ടിൽ അങ്ങനെ കയറി. സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ജീവിതത്തിലും ഒരു അധ്യാപികയായിട്ട് നിങ്ങൾ മാറുമ്പോഴും ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സമയം ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ പ്രാക്ടിക്കല് എന്താണ്? പ്രാക്ടിക്കലേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞാൽ ടെൻസിനെ കുറിച്ച് ഞാൻ വേണ്ടിയിട്ടാണ് വന്നത്. ടെൻസ് എന്താണ്? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് ആരംഭിക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ
നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ എല്ലാവർക്കും റാസ്മിയുടെ കൂടെ ഉണ്ടായ സുറുമി, പിന്നെ സംഗീത, ജിനു, വനജ, പിന്നെ അതായത് ഹൈറുനീസ, പിന്നെ ഇതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത മറ്റു ആൾക്കാരുണ്ട് അല്ലേ? അവരിങ്ങനെ നോക്കുമ്പോ കൂത്തിരിയും കമ്മിത്തിരിയും മത്താപ്പും ഇങ്ങനെ കത്തല്ലേ, അത് അവർക്ക് കയറി വരാനായിട്ട് കയ്യടിക്ക് പകരമാണല്ലോ. യെസ്, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ സപ്പോർട്ട് അവർക്ക് ഇനി സപ്പോർട്ട് ചെയ്ത് അവരിങ്ങനെ കയറ്റി വിട്ടില്ലേ. യെസ്, നല്ല രസകരമായിട്ട് ഇങ്ങനെ കയറി പോയില്ലേ. യെസ്, ഓക്കെ. അപ്പൊ എന്തൊരു സംഗതി, ഒരു ഇൻട്രൊഡക്ഷൻ വന്ന് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യും, താഴേക്ക് അങ്ങോട്ട് കൺക്ലൂഷനാണ്. അതായത് റാസ്മിനെ പറഞ്ഞ പോലെ വന്ന് പന്തലിച്ച് അങ്ങനെ താഴെ, അപ്പോഴാണ് അത് പൂർണ്ണമാകും. യെസ്, ഓക്കെ. പുതിയ ആശയങ്ങളും പുതിയ രീതികളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ, സി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, Thank you, ക്ലോസ് sir. ചെയ്തോട്ടെ. സൈനിങ് ഔട്ട് ഇല്ലല്ലോ, ക്ലോസ് ചെയ്തോട്ടെ. യെസ്, അപ്പൊ ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.